السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل وسلم على سيدنا മുഹമ്മദ് وعلى آل മുഹമ്മദ്. എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാവശ്യം നബിദിനവും ഓണവും ഒരുമിച്ചാണ് എത്തിയിരിക്കുന്നത്. കേരളീയ സമൂഹത്തിന് ഡബിൾ ആഘോഷ ദിനം വന്നിരിക്കുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ലോകമൊട്ടാകെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കേരളീയ സമൂഹം വിപുലമായി തന്നെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ മഹാബലിയെ സ്നേഹിക്കുന്നവരെ, അല്ലെങ്കിൽ അവരെ ചവിട്ടിത്താഴ്ത്തിയ വാമനനെ, അല്ലെങ്കിൽ അതിന്റെ മൂർത്തിയായ മഹാവിഷ്ണുവിനെ സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരും ഓണവും വളരെ വിപുലമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സൗഹാർദ്ദപരമായ കേരളീയ അന്തരീക്ഷം പണ്ട് കാലത്തെ ഉള്ളതാണ്. രണ്ടു കൂട്ടരും ആഘോഷിക്കുന്നു. എന്നാൽ ക്രൈസ്തവരാണെങ്കിൽ അവരെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ക്രിസ്തുമസും ആഘോഷിക്കുന്നു. എന്നാൽ ഈ സ്നേഹം നിലനിൽക്കെ തന്നെ അടുത്ത കാലത്ത് രണ്ടും എല്ലാം ഒരുമിച്ച് കഴിക്കണം, ഒരുമിച്ച് ആഘോഷിക്കണം എന്നുള്ള ഒരു ചിന്താഗതി അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അത് മതത്തെക്കാൾ കൂടുതൽ മതേതരത്വവും വിശ്വാസത്തിനേക്കാൾ കൂടുതൽ ലിബറലിസവും പരലോകത്തിനേക്കാൾ ദുനിയാവും ആഗ്രഹിക്കുന്ന മാപ്പിള സമൂഹത്തിൽപ്പെട്ട ആധുനിക വിഭാഗമാണ് എല്ലാം നമ്മുടേത് തന്നെയാണ്, എല്ലാം നമ്മൾ ആഘോഷിക്കണം എന്നൊരു ചിന്ത വന്നത്. ഇവിടെ മതപരമായ വീക്ഷണങ്ങൾ, ചില കാര്യങ്ങൾ വ്യക്തമാക്കൽ നിർവാഹമില്ലാത്തത് കൊണ്ട് അത് പറയുകയാണ്. അഥവാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അവരെ ഈ സമൂഹത്തിലേക്ക് അയച്ചത് അവരെ അനുധാവനം ചെയ്യുവാൻ വേണ്ടിയാണ്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കർമ്മത്തിന്റെ കാര്യങ്ങളിലൊക്കെയും അവരെ അനുധാവനം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മോട് കൽപ്പിക്കപ്പെടുന്നത്. അവരെ പിൻപറ്റിയ സഹാബത്തുൽ കിറാം, താബികളും മുസ്ലിം വിഭാഗം, അവരോട് യോജിച്ചാണ് മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത്. അള്ളാഹുവിന്റെ തിരുദൂതരോട് എതിര് പ്രവർത്തിക്കുകയും നേർമാർഗം ബോധ്യപ്പെട്ടതിനു ശേഷം സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്തൊരു മാർഗം സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അവരെ ഏറ്റെടുത്ത കാര്യത്തിലേക്ക് നാം അവരെ അങ്ങോട്ടേക്ക് അയക്കും, അവരവസാനം നരകത്തിലേക്ക് നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസികളുടെ വിശ്വാസം, അതായത് സത്യവിശ്വാസം, ഈ ലോകത്തിനെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. ഒന്നാം അധ്യായം വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറത്തിലെ 1-ാം സൂക്തം തന്നെ പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിനാണ് എന്ന്. അപ്പൊ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും പിൽക്കാലത്ത് അത് നശിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെയും അള്ളാഹുവാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിച്ചു പോകും. വയബ്കാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം, അള്ളാഹുവിന്റെ അസ്തിത്വം മാത്രം അവശേഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതിനാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടതും. എന്നാൽ ആയുധവിശ്വാസ പ്രകാരം ഈ ലോകത്തിലെ 3 ശക്തികളാണുള്ളത്. ഒന്ന് സൃഷ്ടാവ്, അത് ബ്രഹ്മാവ്. മറ്റൊന്ന് മഹാവിഷ്ണുവാണ് പരിപാലിക്കുന്നത്. മൂന്നാമത്തത് ശിവൻ നശിപ്പിക്കുന്നത്. ഇങ്ങനെ 3 മൂർത്തികളിലാണ്. ഈ നടുവിലുള്ള പരിപാലിക്കുന്ന മഹാവിഷ്ണുവിന്റെ ദശാവതാരമുണ്ട്. ആ ദശാവതാരത്തിൽ കാലാകാലന്തരങ്ങളായിട്ട് ധർമ്മം സ്ഥാപിക്കുവാൻ വേണ്ടി അവർ അവതീർണമാകുമെന്ന് അവരുടേതായ മതഗ്രന്ഥമായ ഭഗവത്ഗീതയിലെ 4-ാം അധ്യായം 8-ാം ശ്ലോകത്തിൽ തന്നെ കാണാം. പവിത്രനായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധുക്കളെ സംരക്ഷണത്തിനും നല്ലത് ഇവിടെ സ്ഥാപിക്കുവാനും ചീത്തയായ കാര്യങ്ങൾ ഉച്ചാടനം ചെയ്യുവാനും ഒക്കെ കാലാകാലത്തിൽ സംഭവാമി യുഗേ യുഗേ ഞാൻ അവതരിപ്പിച്ചു കൊണ്ടിരിക്കും. മറ്റു ശ്ലോകത്തിൽ പറഞ്ഞു എങ്ങനെയാണ് അവതരിക്കുകയെന്ന്. മത്സ്യകൂർമോ വരാഹച്ച നാരസിംഹച്ച വാമനോ രാമോ രാമക്ഷ രാമക്ഷ കൃഷ്ണകീതമീതശ. ദശാവതാരത്തിൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, 5 ആളുകൾ. അങ്ങനെ അതിനുശേഷം പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ശേഷം 5. അതിൽ 9 വന്നിട്ടുണ്ട്. 6-ാം 10-ാമത്തെ കൽക്കി മാത്രമേ വരാനുള്ളൂ. ഇതില് 5-ാം മൂർത്തിയായ വാമനനാണ് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയത് എന്നാണ് ഐതിഹ്യം. ആ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുമ്പോൾ വർഷത്തിലൊരിക്കൽ പ്രജകളെ സന്ദർശിക്കാൻ വരും. സന്ദർശിക്കാൻ വരുന്നതാണ് ഈ ഓണം ആയിട്ട് ആഘോഷിക്കുന്നത്. ഇനി ആ മഹാബലിയെ സ്വീകരിക്കുന്നതാണോ, അല്ലെങ്കിൽ വാമനൻ ആ വിജയം നാട്ടിയതാണോ, ഏതാണ് ഓണം ഉത്സവം എന്നുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഏതോ ആവട്ടെ, എറണാകുളം ജില്ലയിലെ തൃക്കാക്കര
ക്ഷേത്രത്തിലാണ് വാമനമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ളത്. അവിടെ പോയായിരുന്നു പൗരാണിക കാലത്ത് ഓണം ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് അവര് അരുളപ്പാട് ചെയ്തു, അഥവാ നിങ്ങളത് വീട്ടുകളിൽ നിന്നും നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും ഒക്കെ ഈ മൂർത്തിയെ നിങ്ങൾക്ക് പൂജിക്കാം. അങ്ങനെയാണ് അത്തപ്പൂക്കൾ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ പരിസരങ്ങളിലൊക്കെ ഇട്ട് അതിന്റെ നടുവില് വിളക്ക് കൊണ്ടുപോയി വെക്കണം. പഴയ കാലത്തെ ചിത്രത്തിൽ കാണാം ത്രികോണാകൃതിയിലുള്ള വാമന മൂർത്തിയുടെ ആ പ്രതിഷ്ഠയും കൊണ്ടുപോയി വെക്കണം. അത് പൂജയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഹിന്ദുക്കള് അവര് ഓണം ആഘോഷിച്ചിരുന്നു, ക്രൈസ്തവര് അവര് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നു, മുസ്ലിമീങ്ങൾ നബിദിനവും അവരുടെ ബക്രീദും ആഘോഷിച്ചിരിക്കുന്നു. സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ഇവിടെ ഒരുമിച്ച് താമസിച്ച് ആർക്കിടയിലും തർക്കങ്ങളില്ലായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ചിന്താഗതിക്കാരും ലിബറലിസ ചിന്താഗതിക്കാരും അല്ലെങ്കിൽ മറ്റേതോ രൂപത്തിൽ ദുനിയാവിനെ പ്രേമിക്കുന്ന ആളുകൾ വന്നു എല്ലാം നമുക്ക് ആക്കണം എന്നുള്ള ഒരു രാഷ്ട്രീയത്തോടുകൂടെ ഓണം അവര് പുൽകുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെതായ ഓണത്തിന്റെ തനിമകളൊക്കെ നഷ്ടപ്പെടുത്തി കൊളമാക്കിയിട്ട് കൊടുക്കുക. അതേപോലെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് എവിടെയും മുസ്ലിം നാമധാരികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇത് പിൽക്കാലത്ത് അങ്ങനെ ഒരു ജനം വരാനുണ്ട് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടും. ഇതര സമൂഹങ്ങളൊക്കെ മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ വന്നുകൊണ്ടിരിക്കും. ഭക്ഷണ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ കൈനീട്ടുന്നത് പോലെ ഈ സമുദായത്തിനെ ആക്രമിക്കാൻ വേണ്ടി ജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു കാലം വരാനുണ്ട്. നമുക്കറിയാം, അനധികൃതമായി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ആളുകൾ മുസ്ലിമീങ്ങളെ നാട് കടത്തണമെന്നും മറ്റുള്ളവരെ നാട് കടത്തേണ്ടതില്ല എന്നും ഇപ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചു. അതേപോലെ തന്നെ നമ്മുടെ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ ബുൾഡോസർ രാജ്യം ഉപയോഗിച്ച് ബുൾഡോസർ കൊണ്ട് തകർത്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായ അവരെ അവഗണിക്കുന്ന, അവരെ ശിക്ഷിക്കുന്ന ഒരുപാട് നിയമങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ അട്ടദിക്കുകളിൽ മുസൽമാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ രംഗം എന്തുകൊണ്ടാണെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുയായികൾ ചോദിച്ചു. എന്തിനാണ് അങ്ങനെ ആക്രമിക്കുന്നത്? അപ്പം ഇല്ലത്തിന്റെ യാ റസൂലല്ലാഹ്, അന്ന് വളരെ ന്യൂനപക്ഷമായി ആയതുകൊണ്ടാണോ? നിങ്ങൾ എണ്ണത്തിൽ ധാരാളമുണ്ട്. മലവെള്ളപ്പാച്ചിലെ കുമിളുകളെ പോലെ നിങ്ങൾ ഈ ഉള്ളിൽ വിശ്വാസമില്ലാതെ ഈ പൊങ്ങച്ചങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ വിശ്വാസം മാത്രം പോരാ, കർമ്മങ്ങളും നന്നാക്കി എടുക്കണം. വിശ്വാസവും കർമ്മവും വാക്കും എല്ലാം ചേർന്നതാണ് ഇസ്ലാം. എല്ലാം ചേർന്നത് തന്നെയാണ് അനുസരണം. എന്നാൽ ആധുനിക ചില മുഫ്തിമാർ ഫത്വ കൊടുക്കുന്നതിൽ നാം ആശ്ചര്യപ്പെടുകയാണ്. ഓണവും മറ്റുള്ള ആഘോഷങ്ങളൊക്കെ നമുക്ക് ആഘോഷിക്കും, വിശ്വാസം നമുക്ക് ഇല്ലാതിരുന്നാൽ മതി, ഹൃദയത്തിൽ വിശ്വാസം നഷ്ടപ്പെടാതിരുന്നാൽ മതി. പിന്നെ എന്തൊരാഘോഷമാണ്? ആരാധന എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കൽബിയായ പ്രവർത്തനം മാത്രമാണ്, കർമ്മങ്ങളിൽ ആരാധനയില്ലേ? ഏതോ ആവട്ടെ, മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസവും ഈ ഐതിഹ്യവും തമ്മിൽ വിശ്വാസപരമായിട്ട് ഒരുപാട് അനന്തരമുള്ളത് കൊണ്ട് നാം ഓണത്തിന് നിസ്സാരവൽക്കരിക്കുകയോ അതിനെ അവമതിക്കുകയോ ഒന്നും ചെയ്യരുത്. ഹൈന്ദവർക്ക് അതിൻ്റെതായ ആഘോഷങ്ങൾ നടക്കട്ടെ, ക്രൈസ്തവർക്ക് അതിൻ്റെതായ ആഘോഷങ്ങളും നടക്കട്ടെ. മുസൽമാന്റെ വിശ്വാസത്തിലും പോയി കഴിഞ്ഞാൽ പഴയ സൗഹാർദ്ദവും സ്നേഹവും ഇവിടെ പൂത്തുലയുകയാണ് ചെയ്യുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വേറൊരു വാക്കും കൂടെ കേൾക്കുക, ആരെങ്കിലും മറ്റൊരാളെ അനുഗമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അനുകരിക്കാൻ ശ്രമിക്കാൻ ഇവരെയും ആ ലിസ്റ്റിൽ തന്നെയാണ് ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഓണവും നബിദിനവും ഒക്കെ ആഘോഷിക്കുന്നവർ ആഘോഷിക്കേണ്ട. മുസൽമാൻ അവരുടേതായ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ ശ്രമിക്കണം. ഒരു ടീച്ചർ അവരുടെ വിശ്വാസി സമൂഹത്തോട് അത് ഖുർആനാണ് പഠിപ്പിക്കുന്നത്, വിശ്വാസപരമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, അത് അവരുടേതായ പാരന്റ്സിനോട് പറഞ്ഞു. വിശ്വാസികൾ മുസ്ലിം ഉമ്മത്ത് ഓണത്തിന് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല, അത് ഹൈന്ദവ ആചാരമാണ് എന്ന് പറഞ്ഞ കാരണത്താലാണ് ഇവിടെ ഒരു ഗുണ്ട വിഭാഗം വന്നുകൊണ്ട് കേസ് കൊടുക്കുകയും അവർക്കെതിരെ ഒന്ന് കുനിയാൻ പറഞ്ഞപ്പോൾ ചന്തി കുത്തി വീണു എന്ന് പറഞ്ഞതുപോലെ മാനേജ്മെന്റ് പെട്ടെന്ന് തന്നെ ആ ടീച്ചറെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് വരുന്ന ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ദുനിയാവാണ് വേണ്ടത്, ആഖിറം അവിടെ എത്തിയിട്ടല്ലേ എന്നൊരു കാഴ്ചപ്പാടിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ നമുക്കൊക്കെയും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഇന്ത്യ രാജ്യത്തിന്റെ പൗരാണിക കാലത്തുള്ള ആ സ്നേഹവും കൂട്ടായ്മയും ഒക്കെ നിലനിൽക്കൽ അവരവരുടെ വിശ്വാസം മുറുകെ പിടിച്ച് തന്നെ സാധിക്കും. അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.